പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയൊരു അമലാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ വെറുതെ പാരായണം ചെയ്യലല്ല, ഖുർആൻ ഖത്ം പൂർത്തിയാക്കാനുള്ള ആ ഒരു മനസ്സും ആ ഒരു പ്രവർത്തനവും അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ്. ഷഹ്റു റമളാൻ ഷഹ്റുൽ ഖുർആൻ എന്നാണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം ഖുർആനോദലിന്റെ ഒക്കെ മാസമാണ്. കാരണം എന്താ? ഈ പരിശുദ്ധ ഖുർആൻ റമളാൻ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആന് ഖത്തം ഓതാൻ വേണ്ടിയിട്ട് പലരും തുടങ്ങിയിട്ടുണ്ടാകും. ഈ 5 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മഹാനായ ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചെന്ന കാര്യമാണ്. പരിശുദ്ധമായ പ്രതിഫലം മുഴുവനും നമുക്ക് ലഭിക്കാൻ ഈ 5 കാര്യങ്ങൾ നമ്മെ സഹായിക്കും. പരിശുദ്ധ ഖത്തമുൽ ഖുർആനിന്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 4000 മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കണം പ്രിയപ്പെട്ടവരെ. ആ 4000 മലക്കുകളുടെ ദുആ ലഭിക്കാൻ ഈ കാര്യം ചെയ്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങളെന്ന് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത് റമളാൻ മാസത്തിൽ പാരായണം ചെയ്യപ്പെടൽ ഏറ്റവും അധികം അത്യാവശ്യമാക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ എന്ന് പറയുന്നത്. ഈ റമളാൻ മാസത്തിൽ ഖുർആനിനെ കൊണ്ട് ഹയാത്താക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇപ്പോൾ തന്നെ റമളാൻ കടന്നു വരുമ്പോൾ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖത്മുൽ ഖുർആനിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടാകും, അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടാകും. ഈ 5 മര്യാദകൾ, ഈ 5 കാര്യങ്ങൾ മഹാനായ ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഓതുന്നവരെ സംബന്ധിച്ച് അത് ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉറപ്പായിട്ടും പരിപൂർണമായ ഖത്മുൽ ഖുർആനിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഇല്ല എങ്കിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കുറച്ച് ലഭിക്കാനുള്ള കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം മഹാനായ ഇമാമുന നവവി തങ്ങൾ പറയുകയാണ്, സുബഹിക്കോ മഗ്രിബിനോ ശേഷം ഖത്മ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ കടന്നു വന്നപ്പോ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. ചില ആളുകളുണ്ട് പരിശുദ്ധ റമളാനിൽ 5 ഖത്ം ഓതുന്നവരുണ്ട്, 10 ഖത്ം തീർക്കുന്നവരുണ്ട്, 7 ഖത്ം തീർക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓതാൻ കഴിയുന്നതിനനുസരിച്ച് ഖത്മുൽ ഖുർആൻ ഇങ്ങനെ ഓതി തീർക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ സുബഹിക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ ആ ഖത്മുൽ ഖുർആൻ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് പ്രത്യേകം സുന്നത്താണ്, അതിലേറെ പുണ്യമുണ്ട് എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ പഠിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായല്ലോ? ഒന്നാമത്തെ കാര്യം മഗ്രിബിനോ സുബഹിക്കോ ശേഷമായിരിക്കുക ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഇസ്തഹബ്ബു സിയാമു യൗമിൽ ഖത്ം. ഖത്ം പൂർത്തിയാക്കുന്ന ദിവസം ആ പൂർത്തിയാക്കുന്ന ആള് നോമ്പുകാരനായിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇപ്പൊ റമളാൻ മാസത്തിലായതുകൊണ്ട് നോമ്പുകാരനായിരിക്കാം. എന്നാൽ റമളാൻ മാസത്തിൽ അല്ലാത്ത ആളുകൾ ഖത്ം പാരായണം ചെയ്യുമ്പോൾ, റമളാൻ മാസത്തിലല്ലാതെ മറ്റു മാസങ്ങളിൽ പാരായണം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അതിനേറെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇസ്തഹബ്ബു ഹുളൂർ മജ്ലിസ് ഖത്മുൽ ഖുർആൻ. ഖത്മുൽ ഖുർആൻ പൂർത്തിയാക്കുന്ന ദിവസം ഒരു മജ്ലിസ് സംഘടിപ്പിക്കുകയും ആ മജ്ലിസിൽ എന്ത് ചെയ്യുക? നീ ഉണ്ടാവുകയും ചെയ്യുക. ഖത്മ് പൂർത്തിയാക്കിയ ആള് ഹാജരാവുകയും ചെയ്യുക. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ വിളിച്ച് കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഭർത്താവാണ് ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കുന്നതെങ്കിൽ തന്റെ ഭാര്യയും തന്റെ മക്കളെയും വിളിച്ചു കൂട്ടുക. ഭാര്യയാണെങ്കിൽ ഭർത്താവിനെയും മക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചെറിയ രൂപത്തിൽ ഒരു ചെറിയ ചീരണിയൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു മജ്ലിസിൽ എന്ത് ചെയ്യുക?
ഹാജരായിരിക്കുക എന്നുള്ളതാണ്. അതിന് പ്രത്യേക പ്രതിഫലവും പുണ്യവുമുണ്ട്, സുന്നത്താണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു എല്ലാവരെയും വിളിച്ച് എന്ത് ചെയ്യുമായിരുന്നു? ഖത്മുൽ ഖുർആൻ പൂർത്തീകരിച്ച് ഒരു മജ്ലിസ് പോലെ സംഘടിപ്പിച്ച് ദുആ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, അദ്ദുആഉ മുസ്തഹബ്ബുൻ അഖ്ബൽ ഖത്ം. ഖത്ം പാരായണം ചെയ്തതിന് ഉടനെ ഉള്ള ദുആയിന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട് എന്നാണ്. അപ്പൊ ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം ഉടനെ വേറൊന്നിനോടും ജോലിയാകാതെ ഖത്മ് തീർന്ന ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിലേറെ പ്രതിഫലവും പുണ്യവും ഉണ്ട് എന്ന് മഹാനായ ഇമാമുന നബവി തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഒരു കാര്യം പറയുമ്പോൾ ഒരു ഹദീസ് കൂട്ടിച്ചേർക്കണം പ്രിയപ്പെട്ടവരെ. മൻ ഖറഅൽ ഖുർആന സുമ്മ ദഅ അമ്മന അലാ ദുആഇഹി 4000 മലക്ക്. 4000 മലക്കുകളുടെ ആമീൻ നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്ത് മറ്റൊന്നിനോടും ജോലിയാകാതെ ഉടനടി നമ്മൾ ദുആ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ദുആഇന് 4000 മലക്കുകൾ ആമീൻ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ 4000 മലക്കുകളുടെ ദുആ നമുക്ക് ലഭിക്കണം പ്രിയപ്പെട്ടവരെ. ആ 4000 മലക്കുകളുടെ ദുആ ലഭിക്കാൻ ഈ കാര്യം ചെയ്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്തെ കാര്യം, ഇസ്തഹബ്ബു ഇദാ ഫറഗ മിനൽ ഖത്ം അയ്യശഅ ഫീഹി ഉഖ്റ അഖിബൽ ഖത്ം. ഒരു ഖത്മും പൂർത്തിയാക്കിയ ഉടനെ അടുത്ത ഖത്മ് തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഖുർആനിനോടുള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കരുത്. ഒരു ഖത്മ് തുടങ്ങിയ ഉടനെ തന്നെ ഖുർആനിനോടുള്ള ബന്ധം തുടങ്ങുക, അതായത് അടുത്ത ഖത്മ് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസൂദിയാണല്ലോ തീർക്കുക, അത് തീർത്തങ്ങ് ഖുർആൻ മടക്കി വെക്കാതെ പുതിയ ഖത്മ് തുടങ്ങുകയാണ് എന്നുള്ള നിയ്യത്തോടു കൂടി ഫാത്തിഹ ഓതി ഒരു പേജെങ്കിലും ഓതി വെക്കുക, സൂറത്തുൽ ബഖറയിൽ നിന്ന് ഒരു പേജെങ്കിലും ഓതി അതൊന്ന് തുടങ്ങി വെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതിന് പ്രത്യേക പ്രതിഫലവും പുണ്യവും ഉണ്ട് എന്ന് മഹാനായ ഇമാമുന നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ചിന്തിക്കണം, ഈ ഖുർആനും റമളാനുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത്. കാരണം ഖുർആൻ നമുക്കറിയാം, നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്ത ആളുകളെ സ്വർഗത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ, ഷഫാഅത്ത് ചെയ്യാൻ ഖുർആനിന് അധികാരമുണ്ട്. ഖുർആൻ വന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഇവൻ എന്നെ ഓതിയവനാണ് തമ്പുരാനെ, ഇവന് നീ സ്വർഗം നൽകണമേ എന്ന് എന്ത് ചെയ്യാറുണ്ട്? ഖുർആൻ ഷഫാഅത്ത് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ റമളാൻ കടന്നു വരുമെന്നാണ് പ്രിയപ്പെട്ടവരെ. വന്നിട്ട് പറയും, അള്ളാഹുവെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നോമ്പ് അനുഷ്ഠിച്ച മനുഷ്യനാണ് അള്ളാഹ്, അവന് നീ സ്വർഗം കൊടുക്കണേ എന്ന് റമളാനും വന്നു. അപ്പൊ ഈ റമളാനും ഖുർആനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെ അഭേദ്യമായ ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ റമളാൻ മാസമാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടുന്ന ഏറ്റവും ഉത്തമമായ മാസമാണ്. മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, റമളാൻ കടന്നു വന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ ഒരു ഖത്മ് പോലും പൂർത്തിയാക്കാത്തവൻ അവൻ വളരെയധികം പരാജിതനാണെന്ന് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പരിശുദ്ധ റമളാനാണ് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഖുർആനിനോട് അവേദ്യമായ ബന്ധമുണ്ടാകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.